എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും തന്നെ ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനെതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങളും നടന്നു വരുന്നു. എന്നാൽ ഇപ്പോൾ ലണ്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നടന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. ലണ്ടനിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ രാജ്യം സഹിക്കില്ല എന്നും സമൂഹത്തിൽ അക്രമവും ഭീതിയും വർഗീയതയും കൊണ്ടുവരുന്നവർക്ക് ദേശീയ പതാക വിട്ടു നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടനെ ഞെട്ടിച്ചുകൊണ്ട് 1.5 ലക്ഷം പേരാണ് തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസന്റെ ആഹ്വാനപ്രകാരം ലണ്ടനിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സമൂഹത്തിൽ അക്രമവും ഭീതിയും വിഭാഗീയതയും വളർത്തുന്നവർക്ക് ദേശീയ പതാക വിട്ടുകൊടുക്കില്ലെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. റാലിക്കിടെ നടന്ന അക്രമത്തിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. സംഘാടകർ പോലും കരുതാത്ത അത്ര ജനക്കൂട്ടമാണ് അന്ന് അവിടെ എത്തിയത്. അനധികൃത കുടിയേറ്റത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുദ്രാവാക്യവും മുഴക്കിയാണ് പ്രതിഷേധ റാലി തുടങ്ങിയത്. ഇതിനെതിരെ പ്രതിഷേധവുമായി കുടിയേറ്റ ആനുകൂലികളും രംഗത്തെത്തിയതോടെയാണ് അക്രമ സംഭവങ്ങൾ നടന്നത്. അക്രമം നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലീസിന് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. പ്രതിഷേധിക്കുന്നതിലല്ല അക്രമം നടക്കുന്നതിലാണ് എതിർപ്പെന്നും സംഭവം ന്യായീകരിക്കാനാകാത്തതാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 24 പേർ സംഭവത്തിൽ അറസ്റ്റിലായി. ശനിയാഴ്ച നടന്ന സംഭവത്തെ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ റാലിക്കിടെ പ്രധാനമന്ത്രി വധിക്കണമെന്ന് ഒരു പ്രതിഷേധക്കാരൻ പറഞ്ഞതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കുടിയേറ്റ വിരുദ്ധത വലുതാകുന്നതിൻ്റെ ഉദാഹരണമാണ് ലണ്ടനിൽ നടന്ന റാലി. ഈ റാലിയിൽ 2 ലക്ഷത്തിൻ്റെ അടുത്തോളം ജനങ്ങളാണ് തിങ്ങിക്കൂടിയത്. അതിനുള്ള കാരണം ഒന്നേ ഉള്ളൂ, കുടിയേറ്റമാണ് എല്ലാവിടെയുമുള്ള പ്രശ്നം. അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായാണ് പല രാജ്യങ്ങളിലും വരുന്നത്. ഈ അടുത്തിടെ നടന്നിട്ടുള്ള ലണ്ടനിലെ ഈ വാർത്ത വളരെ വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തവുമാണ്. ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകളെ പുറത്താക്കുക എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് വളരെ ശരിയാണ്. അതുകൂടാതെ ഇവിടെ പല രാജ്യങ്ങളിലും വന്നിട്ടുള്ള ആളുകൾ ക്രിമിനൽ കേസുകളിൽ പെടുകയും അങ്ങനെയുള്ള ആളുകളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വന്തമായ ഈ രാജ്യത്തിൻ്റെ ഒരു നിലവാരത്തിന് എതിരായി നടക്കുന്ന ആളുകളെ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കുക എന്നുള്ള രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ജനങ്ങളും എല്ലാ വ്യക്തികളും ഈ ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ എല്ലാ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.